അപ്രതീക്ഷിതമായി ഉണ്ടായ വിയോഗത്തിൽ അതിൻ്റെ ദുഃഖത്തിൽ തന്നെയാണ് കുടുംബമൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പാമ്പാടിയിലുള്ള സ്റ്റെഫിൻ്റെ വീട്ടിലാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് കഴിഞ്ഞ 13 വർഷമായി സ്റ്റെഫിൻ്റെ അച്ഛനും അമ്മയുള്ള ആൾക്കാർ വാടകയ്ക്ക് താമസിക്കുന്നത്. സമീപത്ത് തന്നെ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന അവസരത്തിലാണ് ഏകദേശം അടുത്ത മാസം അതിൻ്റെ പാലുകാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി സ്റ്റെഫിൻ്റെ വിയോഗ വാർത്ത ഈ നാടിനെയും ഒക്കെ തേടിയെത്തുന്നത്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് പുള്ളിക്ക് തീപിടുത്തമാണോ എന്ന് അറിയുന്നില്ല. അലാറം മുഴങ്ങിയപ്പോൾ ഏതോ അപകട സൂചനയാണെന്ന് മനസ്സിലായി. ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. എന്നാൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ആ മുറിയിൽ തന്നെ ബോധം കെട്ട് വീഴുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. അതുകൊണ്ട് മറ്റുള്ളവരെ രക്ഷപ്പെട്ടതുപോലെ പെടാനുള്ള അവസരം ഉണ്ടായില്ല. വളരെ ദുഃഖകരമായ ഒരനുഭവമാണ്. 10 മണിക്ക് പുതിയ കാറ് ബുക്ക് ചെയ്ത് ഇന്നത് എടുക്കാനായിട്ട് ഡാഡിക്ക് ഷർട്ട് അയച്ചു കൊടുത്ത് ഇന്ന് എടുക്കാൻ പോകണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വീടും ഒരു വാഹനവും. നല്ല പയ്യനായിരുന്നു. നല്ല ദൈവഭയവും മറ്റുള്ളവരോടുള്ള ബഹുമാനവും നല്ലൊരു ഇതുള്ള താഴ്മയുള്ള നല്ല കുഞ്ഞുങ്ങൾ 3 പേരും നല്ല കുഞ്ഞുങ്ങളായിരുന്നു. പഠിക്കാനും ഏറ്റവും മിടുക്കരായിരുന്നു. ചെറിയ ക്ലാസ് മുതലേ എപ്പോഴും ടോപ്പറായിട്ട് തന്നെയായിരുന്നു ജയിച്ചു വന്നിരുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ലീഡറായിട്ട് വർക്ക് ചെയ്തയാളാണ് സ്റ്റെഫൻ. ഈ കഴിഞ്ഞ ഒരു അവധിക്ക് വന്നപ്പോഴും നമ്മുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ്. സഭയുടെ കൊയർ ലീഡറായിരുന്നു. അപ്പോൾ അവിടെ കുവൈറ്റിൽ പോയ ശേഷം അവിടുത്തെ ചർച്ചിൻ്റെയും കൊയർ ലീഡറാണ്. അതുപോലെ വളരെ കീബോർഡിസ്റ്റാണ്. പഠനത്തിലും മിടുക്കനായിരുന്നു സ്റ്റെഫിൻ. KE കോളേജിൽ നിന്ന് BTech, പാമ്പാടി RITയിൽ നിന്ന് MTech. തുടർന്നായിരുന്നു ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി സ്റ്റെഫിൻ കുവൈറ്റിലേക്ക് പോയത്. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണം സ്റ്റെഫിനെയും കൊണ്ടുപോവുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് ST, മാതൃഭൂമി ന്യൂസ്.